ഹോം ടൂർ വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊന്ന് ഹോം ടൂർ വീഡിയോ പല രീതിയിലിട്ട് ഒരു യൂട്യൂബർ നമ്മളായിരിക്കണം, അല്ലെങ്കിൽ ഡ്രോണിലിട്ടു, പിന്നെ ഷോർട്ടിലിട്ടു, പിന്നെ 3-4 ഹോം ടൂർ. ഗൈസ്, ആക്ച്വലി നമുക്ക് ഈ ഹോം ടൂർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയാസ് ഉണ്ടായാലും ഞാൻ ഒരാളുടെ വീഡിയോസും റെഫറൻസായി എടുത്തു നോക്കില്ല. ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. മേ ബി എൻ്റെ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കാം. പക്ഷേ ഞാൻ ആദ്യം ഇട്ട വീഡിയോ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഇട്ടാൽ നമുക്ക് കാണാൻ രസമില്ല, നമുക്ക് കംപ്ലീറ്റ് വ്യൂ ഉള്ളത് ഒന്നും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഒരു ഡ്രോൺ, നമ്മളൊന്നും ഇല്ലാതെ ഡ്രോൺ മാത്രം വെച്ചിട്ട് ചെയ്തു. അത് ഇന്നിട്ടു, ആൾക്കാരൊക്കെ കണ്ടു. പക്ഷെ ആൾക്കാർ പറയുന്നത് തല കറങ്ങുന്നു. ഈ ഫേസ്ബുക്കും യൂട്യൂബും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് മൊത്തം, എനിക്കൊന്ന് കേരളം മൊത്തം തല കറങ്ങി വീണു എന്നാണ് നമ്മൾ. കാരണം എല്ലാവർക്കും ഒരു ബിഗ് സോറി. ഡ്രോൺ ആയത് കാരണം കംപ്ലീറ്റ് 360 ഡിഗ്രി എടുത്തത് കാരണം എനിക്കും തോന്നിയത്, ഞാൻ കമൻറ്റ് കണ്ടപ്പോഴും ഞാനും ശ്രദ്ധിച്ചു, അയ്യോ നമ്മൾ കാരണം കേരളം മുഴുവൻ തല കറങ്ങിയല്ലോ എന്നുള്ളത്. അപ്പം അത് മാറ്റാനായിട്ട് എന്ത് ചെയ്തു, നമ്മൾ വേറെ ഒരു വീഡിയോ കൂടി എടുത്തു. അത് അതാണ് ഈ വീഡിയോയിൽ കൂടെ പോകുന്നത്. പിന്നെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ വോയിസ് ഓവർ ഇടല്ലേ, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു വലിയ സന്തോഷമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വന്ന് കാണാം. ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, എത്രത്തോളം എക്സൈറ്റഡ് ആണ് എന്നുള്ളത്. ഇവര് ബാക്കി നീ പറഞ്ഞേ, ചേച്ചി ഒന്നും സംസാരിച്ചില്ല എന്ന് പറയും. പറയുന്നിട്ട് എന്താ പറയേണ്ടത്? നമ്മൾ സംസാരിച്ചിട്ടാണോ നിങ്ങൾ ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടാണ് ഇടുന്നത്. അതിനുള്ള നമുക്ക് വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അല്ല ഇതിൽ നമുക്ക് മിത്തുവായിട്ട് ഫേവറേറ്റ് സ്ഥലവും എൻ്റെ ഫേവറേറ്റ് സ്ഥലമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബോറടിക്കുന്ന ആള് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ, കാണാതിരിക്കരുത്. നമ്മുടെ വീഡിയോ ഏകദേശം ഞാൻ എല്ലാം KL ബ്രോ ബിജുയുടെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മുടെ പേജിൽ കൂടെ നിങ്ങളെ അറിയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നത്. അതിനു മുമ്പേ ഞാൻ വലിയൊരു ഇൻട്രോ, കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സ് മുഴുവൻ DM മുഴുവനും ചോദിക്കുന്നത് നിങ്ങളുടെ ആർക്കിടെക്റ്റ് ആരാണ്, ഡിസൈനർ ആരാണ്, നിങ്ങളുടെ വുഡൻ നമ്മുടെ എന്താണ് ഫർണിച്ചേഴ്സ് ചെയ്ത ആൾക്കാരാണെന്നൊക്കെ. അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, നമ്മുടെ ബിൽഡേഴ്സ് എന്ന് പറയുന്നത് കെൻസ് ബിൽഡേഴ്സ് ആണ്. നമ്മുടെ ഡിസൈനർ മോത്തിഫ് ആണ്. കെൻസ് ബിൽഡേഴ്സ് ആണ് പേരൻറ്റ് കമ്പനി. അവരുടെ ഒരു ബ്രാൻഡ്, ഒരു സബ് ബ്രാൻഡാണ് മോത്തിഫ് ഡിസൈനേഴ്സ്. ഒന്ന് ബിൽഡേഴ്സും ഒന്ന് ഡിസൈനറും. പിന്നെ നമ്മുടെ ഫർണിച്ചേഴ്സിൽ കുറേയധികം ഈ ഊഞ്ഞാലൊക്കെ കുറേ ആൾ ശ്രദ്ധിച്ചിരുന്നു. ഊഞ്ഞാല്, നമ്മളുടെ 2 ഊഞ്ഞാല്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, നമ്മുടെ ഷോ കേസ്, അതൊക്കെ ചെയ്തിരിക്കുന്നത് അദ്വി ഫർണിച്ചർ. അവരുടെയും ഡീറ്റെയിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ആദ്യം പോകുന്നതിനെക്കാട്ടും കുറേ വീഡിയോ ഒക്കെ ഇട്ടത് കാരണം ഇനി ആൾക്കാർക്ക് ബോറടിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇനി ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ട് ഇനി ഇതപ്പോൾ ആരെങ്കിലും കാണാണ്ടായാലോ. അതുകൊണ്ട് ആദ്യം തന്നെ എന്റെ സ്വന്തം കൃഷ്ണൻ വളരെയധികം റിസർച്ച് ചെയ്ത് തേടി കിട്ടിയതാണ് നമ്മുടെ ഈ സുന്ദരനായ ഈ ഒരു ബ്ലാക്ക് വരുന്ന ബ്രാസിന്റെ ഏകദേശം ഒരു 100 കിലോളം ഭാരമുള്ള, ഇത് ഒട്ടൊക്കെ എടുക്കാൻ പറ്റില്ല, കൃഷ്ണനാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോയിൽ വരുമ്പോൾ പറയാം. ഇത് നമ്മുടെ കല്ലിൽ കൊത്തിയ കൃഷ്ണൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുന്നിൽ നിന്ന് എടുക്കണ്ടല്ലോ ആദ്യം. അപ്പം ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണോ. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ ആദ്യം എൻട്രൻസ് ആൾക്കാരെ കൺഫ്യൂഷൻ ഇങ്ങോട്ട് വാ. വെയിറ്റ്, ഞാൻ അതിന് മുന്നേ കാണിച്ചു തരാം. ഇത് നമ്മളുടെ കാറ്, മിത്തോട്ടൻ ആദ്യമായിട്ട് മേടിച്ച കാറാണിത്. ഓൾമോസ്റ്റ് 12 years ആയി, ഇറ്റിയോസ്. പിന്നെ ഇത് നമ്മളുടെ രണ്ടാമത്തെ കാറ്. ഇത് ഈ 2 കാറും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ മുറ്റത്ത് കാറ് കൊണ്ടാക്കുന്നത്. കാരണം ബാംഗ്ലൂരിൽ നിന്നപ്പോഴും നമുക്ക് ഫ്ലാറ്റിൽ മുറ്റമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത് നാട്ടിൽ വന്നപ്പോൾ മിത്തോട്ടൻ്റെ മറ്റേ വീട്ടിൽ നമുക്ക് റോഡില്ലാത്തതുകൊണ്ട് നമുക്ക് മുറ്റത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫുൾ വ്യൂ വരുന്നത്. അങ്ങനെ വിശാലമായ മുറ്റത്ത് നമ്മളെ 2 കാറ് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതാണ് ലൈറ്റിട്ട് നമ്മളുടെ വീട് കേട്ടോ. അധികം ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. വീട്ടിന് ആവശ്യമായ ഒരു ലൈറ്റിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ സ്റ്റെപ്പിൽ കൊടുത്ത ലൈറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സ്റ്റെപ്പിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബോൺസായി ഉണ്ട്. നമ്മളുടെ ഈ ബോൺസായിക്ക് ഒരു പേരുണ്ട്, വൈദേഹി എന്ന് പറയുന്ന ഒരു പേര്
ഞാൻ പറയാം, വൈദേഹി എന്ന് പറയുന്ന പേര് ആക്ച്വലി നമുക്ക് ആദ്യമേ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേരായിരുന്നു നമ്മളുടെ വൈദേഹി എന്ന് പറഞ്ഞ പേര്. കാരണം മിത്തുവേട്ടനും എനിക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ വൈദേഹി ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് മിലിയോ വന്നു, അപ്പോൾ സൈറസ് മിലിയോ നിട്ടു. പിന്നെ നമ്മൾ ഓണത്തിന് നമ്മളുടെ ഒരു സ്പെഷ്യൽ സാരി ലോഞ്ച് ചെയ്തു പാഞ്ചാലി വസ്ത്രയില്. മിത്തുവേട്ടൻ പറഞ്ഞു നമുക്ക് വൈദേഹി എന്ന് പേര് കൊടുക്കാം. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര ലക്കി നെയ്മാന്ന് തോന്നുന്നു. നമ്മളെ വൈദേഹി നമ്മൾ സെല്ല് ചെയ്തതിന് കണക്കില്ല. കേരളം മുഴുവൻ ഇപ്പോൾ വൈദേഹീൻ്റെ സാരിയും ഡാം ഷെയർ ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ബോൺസായിക്ക് നമ്മൾ വൈദേഹി എന്ന് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരമാണ് വൈദേഹി മരം. ബോൺസായാണ്, പക്ഷെ വൈദേഹി മരമാണിത്. പിന്നെ ഇത് കുറച്ച് ലോങ് ആയിരിക്കും കേട്ടോ വീഡിയോ. കുറച്ച് ലോങ് ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വേറൊരു മരം കാണിച്ചു തരാം. ഇതും ഒരു ബോൺസായി തന്നെയല്ലേ, മൾട്ടി ഹെഡഡ് ഫൈക്കസ്. റാഫി നമ്മൾ ആർക്കിടെക്റ്റിന്റെ പേരാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഈനോട് വന്നിട്ട് തെറി പറയാൻ വേണ്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നേരെ മിത്തോട്ടൻ ഇറങ്ങി, ആഹാ ഇവിടെ നിൽക്കുകയാണല്ലേ, ഒന്നാണ് കണ്ട് നിന്നോളൂ. പക്ഷെ ആൾ ഇങ്ങനെ തന്നെയാ, കുന്തും മെഴുകലും ഇട്ടുന്നു. ഭയങ്കര ഹൈറ്റ് ആയിട്ട് 6 അടി പൊക്കം. ഇവിടെ നിൽക്കും മിത്തോട്ടിന് ഇവിടെ ഉണ്ടാവും. ഭയങ്കര ഹൈറ്റ് വ്യത്യാസമാണ് രണ്ടാളും തമ്മിൽ, 6 അടി പൊക്കം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ മരത്തിനും ഇനി പേരിടണം. അത്ര പ്ലാൻസ് ഒന്നുമില്ല. വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് ആദ്യം തന്നെ നമ്മള് ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ത്രികോണമല്ലോ, അധികം ആരും ശ്രദ്ധിച്ചു, പക്ഷേങ്കിൽ എടുത്ത് പറയാത്തൊരു കാര്യമാണ് നമ്മളെല്ലാ ബ്ലോഗിലും. ഇത് നമ്മൾ എൻട്രൻസിൽ സാധാരണ 2 സൈഡിലും തൂണാണ് കാണാം. തൂണുമലാണ് നമ്മളുടെ പില്ലേഴ്സ് വരുന്നത്. പക്ഷെ ഇതിൽ അതായത് പില്ലേഴ്സ് ഇല്ല. ഈ ഒരു കോൺക്രീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മളുടെ മുകളിലത്തെ ആ ഒരു ടെറസൊക്കെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്. ഇതിലാണ്. ഇത് വേറെയൊരു ഇത് ഞാൻ അധികം വീട്ടിൽ കണ്ടില്ല. എല്ലാ വീട്ടിലും തൂണാണ് ഞാൻ കാണാറ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത് നമ്മളുടെ ഫെൻസ് ബിൽഡേഴ്സ് ആണ് ഇങ്ങനെ കൊടുത്തതിന് കുറച്ചും കൂടി രസം ഉണ്ടാവുന്നത്. ഇവിടെ ഇങ്ങനെ ഓപ്പണും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കാണാൻ പറ്റും. നല്ല വിശാലമായൊരു വെറൈറ്റി എൻട്രൻസ് അല്ലേ മിത്തേട്ടാ. കമ്മിങ് ടു മൈ ലിവിംഗ് ഏരിയ. വാതിലൊന്ന് അടച്ചേ ഗൈസ്. ഞാൻ വീണ്ടും പറയാണ്, ഇത് കുറച്ച് ലോങ് ആയിരിക്കും, എന്നാലും എനിക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റും. ഇതാണ് നമ്മളുടെ വാതിൽ വരുന്നത്. ഇത് ഡബിൾ ഹൈറ്റഡ് ആണ് കേട്ടോ, ഏകദേശം 3 മീറ്ററിന് മുകളിലുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ കാണൂല. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഇതേപോലെ വേണമെന്ന് പറഞ്ഞപ്പം മോട്ടീഫ് ഇതേപോലെ ചെയ്ത് തന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തിക്നെസ് ഞാൻ കാണിച്ചുതരാം. തിക്നെസ് കാണിച്ചേ, ഇത്രയും തിക്കിലാണ് ഡോറ് വരുന്നത്. ഇതാ ഇത്രയും ഉയരത്തിൽ വരുന്നുണ്ട്. നമ്മളൊക്കെ ഒരു അഹങ്കാരം ഇല്ലല്ലേ മേരി. ഇനി ഞാൻ പറയാം മേരി. എന്റെ ഓക്കെ അല്ല, നമ്മള് കേറി കഴിഞ്ഞപ്പാട് വരും. നമ്മൾ ഈ ഒരു ഏരിയ തന്നെ കാണിക്കാം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് കേറുമ്പം ഇതാ അതായത് നമ്മള് ആരും നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴും ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ മാത്രമേ കയറി വരുള്ളൂ. കാരണം ദൈവത്തിന് കൊണ്ട് മുഖം കണ്ടിട്ട് ആരും ചിരിക്കാതെ കയറി വരില്ല. ഒരു ഈശ്വരാന്ന് വിളിച്ചിട്ടേ കയറി വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് കൊടുത്തത് കയറുമ്പോൾ തന്നെ ഒരു പൂജാ സ്പേസ്, അവിടെ വലിയൊരു കൃഷ്ണന്റെ സ്റ്റാച്ചു, അതായത് പ്രതിമ, ബാക്കില് സ്റ്റോണില് കാർവ് ചെയ്തിട്ടുള്ള രാധാകൃഷ്ണന്റെ ഒരു, അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഞാൻ പറയാം. മേരി പറഞ്ഞതുപോലെ ഈ കൃഷ്ണനെ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ സ്ഥലം അലഞ്ഞു തീർന്നിട്ടുണ്ട്. കാരണം കൃഷ്ണന്റെ ഫേസ് എപ്പോഴും നല്ല ചിരിച്ച ഫേസ് വേണം. ഈ കൃഷ്ണനെ നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം അത് വിസിബിൾ ആണെന്നറിയില്ല. അടുത്ത് വരുമ്പോൾ കൃഷ്ണൻ നമ്മളോട് കുറച്ചൊരു സീരിയസ് ആയ പോലെ തോന്നും. പക്ഷെ ദൂരത്ത് പോകുമ്പോൾ ഈ കൃഷ്ണന്റെ ചിരി നമുക്ക് നന്നായി കാണാൻ പറ്റും. മേരി അത് ദൂരത്ത് കാണുന്നുണ്ടോ? ക്യാമറയിൽ ചിരിക്കുന്ന പോലെ തന്നെ. ഫുള്ളോളം ഭാഗമുണ്ട്, ഫുൾ ബ്രാസ് ആണ് വരുന്നത്.
പിന്നെ ഇവിടെ നമ്മള് ഗണപതി ഒരു 50 നമ്മള് വീട്ടിലേക്ക് വേണ്ടിട്ട് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തത് നമ്മളുടെ അത് അൺഫോർച്ചുനേറ്റ്ലി അല്ല, ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് തോന്നിയപ്പോ പക്ഷെ എങ്ങനെയോ നമ്മളെ കയ്യിൽ വന്നല്ലേ, നമ്മള് പർച്ചേസ് ചെയ്ത് നമ്മളുടെ വിഘ്നേശ്വരന്റെ ഈ ഒരു സ്റ്റാച്യു ആണ്. പിന്നെ നമ്മുടെ ഒരു 50 കിലോളം ഭാരം വരുന്ന സിംഗിൾ മാർബിളില് കൊത്തിയെടുത്ത ഇതാണ് ആന രണ്ട് സൈഡിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊതുവാൾ സൺസ് നിന്ന് വാങ്ങിച്ച കണ്ണൂരിനാണ് കേട്ടോ, ആമയാണ്. ഇത് ഫുൾ ബ്രാസ് ആണ്. ഇതൊക്കെ പൊതുവാളിന്ന് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ അവിടെ ഒരു കുഞ്ഞി കൃഷ്ണ മഞ്ചാടിയിലുണ്ട്. ഇതൊക്കെ പൊതുവാൾ സൺസ് ആണ്, ഉണ്ണിയേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് നമ്മളുടെ ഇതും ഞാൻ വളരെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ തന്നെ വേണമെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ലാൻഡ്സ്കേപ്പിലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ എങ്കിൽ നമ്മുടെ ആർക്കിടെക്ട് റഫിയാണ് പറഞ്ഞത് പോർട്രേറ്റ് വിടാന്ന് അപ്പുറം ഇപ്പുറം ഗ്യാപ്പ് ആയിപ്പോൾ നമുക്കിത് ഇത് പോർട്രേറ്റ് ചെയ്യാം, ലാൻഡ്സ്കേപ്പ് വേണം. അങ്ങനെയാണ് പോർട്രേറ്റ് നമ്മൾ ഡിസൈൻ കൊടുത്ത് അവർ ചെയ്തതാണ്. ഇത് സാൻഡ് സ്റ്റോണിലാണ് വരുന്നത് കേട്ടോ. ഇത് ഏകദേശം 500 kg അടുത്ത് ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ട്. 6x8 വരുന്നത്. ഇത് കൊത്തിയെടുത്ത്. പക്ഷെ ഇതൊക്കെ ഇല്ലേ, ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവരെങ്ങനെ വാളിൽ ഫിക്സ് ചെയ്തു എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അത്രയും കിലോ വെയിറ്റ് ഉള്ള, അതെ, ക്രെയിൻ വെച്ചിട്ടാണ് ഉള്ളിൽ കയറ്റിയത്. അത് വാളിൽ ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചാലഞ്ചിങ് ടാസ്ക് ആയിരുന്നു. അത് അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. നമ്മൾ ഇതിൻ്റെ ഒന്നും ടെൻഷൻ എടുക്കേണ്ടേ വന്നിട്ടില്ല. വാളിൽ അത് അവർ വെച്ചത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഈ വോളും നമ്മൾ ഇത് രാജസ്ഥാനിലാണ് ചെയ്തത്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. ടെസ്റ്റർ എന്ന് പറയുന്ന ബാംഗ്ലൂരിലൊരു ബ്രാൻഡ് ഉണ്ട്. അത് നമുക്ക് നല്ല ഡിസ്കൗണ്ട് തന്നിട്ടാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. ഏകദേശം നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു നമുക്കത് ഹാപ്പി ആയിരുന്നു. പർച്ചേസ് വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ കൃഷ്ണനാണ് നമ്മൾ പിശുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് രാജസ്ഥാനിൽ നിന്ന് അടിച്ച ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ. ഇതും വരുന്നത്, ഇതും ഒട്ടിച്ചതാണ് ഇവിടെ, ടൈലല്ല, സ്റ്റോൺ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും എന്റെ വീട് എടുക്കുമ്പോൾ തന്നെ എനിക്ക് വേണമെന്ന് ആഗ്രഹം തോന്നിയ ഒരു കാര്യമാണ് ഇത്. മൈ ബുദ്ധ. ഓ മൈ ഗോഡ്, ഐ എം സോ ടച്ച്ഡ്. എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ വരുമ്പം. അത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഓ മൈ ഗോഡ്, ദിസ് ഈസ് മൈൻ ആക്ച്വലി. ഇതും ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ബുദ്ധയാണ്. ഇത് മാർബിളാണ് വരുന്നത്. ഇതിനും 510 kg ഉണ്ട്. ഇത് ആൾക്കാർക്ക് പൊന്തിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഷേപ്പ് അങ്ങനെയാണ്. 5-6 ആളൊന്നും പിടിച്ചാൽ പൊന്തുമില്ല. ഇതും ക്രെയിൻ വെച്ചിട്ടാണ് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഡിസൈൻ മുഴുവൻ ചെയ്തത് മോട്ടീഫാണ് കേട്ടോ. താഴത്തും നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇതൊക്കെ ഡിസൈനാണ്. ഇവിടെ ഒരു കേർട്ടൻ ഇട്ടതാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വന്നതിന് ബുദ്ധന്റെ ഈ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മൈല് കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അങ്ങ് മാറും അല്ലേ മേരി? പിന്നെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്ന് ഈ വെറുതെ ബുദ്ധനെ നോക്കി ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഫോൺ വെച്ചാൽ ഇതാ പ്രാണി കണ്ടിനാ ചെവിയിൽ കയറി ചോദിച്ചാ ഫോൺ വെക്കണ ചെവി കയറി പപ്പിന്നെ ചെയ്യുവാ പറ്റിച്ചു. ഓക്കെ, ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് പോയിരിക്കുമ്പോൾ കിട്ടുന്ന സെയിം ഫീലിംഗ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ഫുള്ള് ഗ്രീനറി തന്നെ. ഈ ഗ്രീനറി കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. നമ്മുടെ പച്ചപ്പും ഹരിതാപരും ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ ആ ഒരു ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞ ഇവിടെ വന്നിരിക്കുമ്പോൾ റിലാക്സ് ചെയ്യാനും അല്ലെ ആരെങ്കിലും ഒക്കെ വന്ന് അവരോട് സംസാരിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഉള്ളിൽ കൊടുത്തത്. പക്ഷേങ്കിൽ ഇവിടെ ആക്ച്വലി ഫസ്റ്റത്തെ ഐഡിയ ഇവിടെ ഒരു പോണ്ട് കൊടുക്കണം. ഇവിടെ നമ്മള് വെള്ളം പാർന്നിട്ട് മീനിനെ കൊടുക്കണം മീനൊക്കെ ഇടണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ അഗൈൻ നമ്മളുടെ കെൻസ് ബിൽഡേഴ്സ് സജസ്റ്റ് ചെയ്തതുപോലെ മെയിൻ്റനൻസിന്റെ ഇഷ്യൂസ് അവർക്ക് ഒരു ബിൽഡിംഗ് എടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് ഫസ്റ്റ് 2-3 months അത് ഭയങ്കര രസമായി തോന്നും. ആഫ്റ്റർ ദാറ്റ് അത് ശരിക്കും ഒരു മെയിൻ്റെനൻസ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തില്ല. അടുത്തത് നമ്മുടെ ലിവിംഗ് ഏരിയന്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഡബിൾ ഹൈറ്റ്. അത് ഇത് തുറക്കുക നീ അല്ല, ഇത് കേട്ടൻ ഓപ്പൺ ചെയ്തോ. കേട്ടൻ ഇത്രയും വലിയ കേട്ടൻ എങ്ങനെ ഓപ്പൺ ചെയ്യും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന കംപ്ലീറ്റ് സോഫ ഡിസൈൻ ചെയ്തതാണ്, കെൻസ് തന്നെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ.
ഈ ചെയർ, ഈ ഇതൊക്കെ ഇതാ, ഇതാണ് ഓട്ടോമേഷൻ ചെയ്തതാണ്. ഓട്ടോമേഷൻ ഓക്കെ. ഈ ഓട്ടോമേഷൻ ചെയ്ത ആളുടെ ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഡബിൾ ഹൈറ്റഡ് ആണ്, ഫുള്ളി. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളി ഓപ്പൺ ആണ്. ഏത് മൂലക്ക് നിന്നാലും നിങ്ങൾക്ക് കാറ്റും വെളിച്ചവും നല്ലോണം കിട്ടും. ഒരു ക്ലോസ്ട്രോഫോബിയ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം ഒരു പ്രോബ്ലവും ഇവിടെ വരില്ല. അത്രയും പ്ലസൻ്റ് ആയിരിക്കും. നമ്മുടെ മൈൻഡ് എപ്പോൾ ഓപ്പൺ ആയിരിക്കണ്ടോ, എവിടെ നിന്നാലും നിങ്ങൾക്ക് എല്ലാ ആൾക്കാരെയും കാണാൻ പറ്റും. പക്ഷേങ്കിൽ ഇത് പേഴ്സണൽ സ്പേസ് അല്ല, ഇത് നമ്മുടെ പബ്ലിക് ഏരിയാസ് ആണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയ, നമ്മുടെ ഡൈനിങ്, നമ്മുടെ സ്റ്റെയർ ഏരിയ, കിച്ചൺ. പക്ഷെ പേഴ്സണൽ സ്പേസ് ആണെങ്കിൽ അവിടെ പേഴ്സണലി നമുക്ക് എല്ലാം കവേർഡ് ആണ്. അത് നമ്മളെ കാണുന്ന ബെഡ്റൂമാണ്, അവിടെ കേട്ടൺ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കേട്ടൺ താത്തിയിടാം അങ്ങനെ. പിന്നെ ഉള്ളത് നമ്മളുടെ സ്റ്റെയർ കേസ്. മരി ഓരോ സ്റ്റെപ്പും ഇങ്ങനെ അറ്റാച്ച് ചെയ്തത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുള്ള കെൻസ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിരുന്നു. ഈ ഒരു ഞാൻ അധികം പൊക്കിയൊന്നും പറഞ്ഞില്ല ആ സമയത്ത്, കാരണം അവർ ഇതേപോലെ തന്നില്ലെങ്കിലും വിചാരിച്ചിട്ട്. യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പം ഇവിടെ ഷോപ്പീസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെക്കാം. നല്ല രസമുള്ള ഒരു ഏരിയ. പിന്നെ നേരെ അവിടെ നോക്കിയാൽ ഊഞ്ഞാലൊക്കെ കാണാൻ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. രസമുണ്ട്. ഊഞ്ഞാലിൽ നമ്മളെ അമ്മ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ, ഫണ്ണി ഞാൻ പറയാം. മേരി എല്ലാം ഇവിടെ തന്നെ പറയുന്നത്, വലിയ ആളാണ്, വലിയ ആള്. മെരീന്റെ പേരിലാണ് കേട്ടോ ഈ വീട്. അപ്പൊ ആൾക്കാരെ ചോദിക്കും അങ്ങനെയൊക്കെ. അപ്പം അമ്മ കാലം അങ്ങോട്ട് മാറ്റി, അമ്മേനെ ഞാൻ അങ്ങോട്ട് ആട്ടും. വെഞ്ഞാൽ നമ്മളെ വീഡിയോ ഇട്ടപ്പം ഈ ഊഞ്ഞാൽ ആക്ച്വലി വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ മെരീന്റെ അമ്മയും അച്ഛനും ഈ ഊഞ്ഞാൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് തമ്മിൽ കൊടുക്കണം. നമ്മൾ തമ്മിൽ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും എടുക്കാം. നമ്മളെല്ലാം എങ്ങനെ ഓൺ ദ ഫ്ലോയിൽ വരുന്നുണ്ട്, അതുപോലെ അങ്ങനെ നാച്ചുറൽ ആയിട്ട് അങ്ങോട്ടല്ല, എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഇടല കേട്ടോ. അപ്പൊ അമ്മയും അച്ഛനും ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അമ്മേൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാം. നമ്മുടെ അമ്മ അപ്പോഴേക്ക് പോയി കിടന്നു തുടങ്ങി. പക്ഷെ തമ്മിൽ ഇട്ടിട്ട് നോക്കുമ്പോൾ അതിൽ വന്ന കമന്റാണ് ആൾക്കാരുടെ ഒരു ചിന്താഗതി. എന്നാ കമന്റ് ഉണ്ടായത്, ഓ അമ്മ പിന്നെ എന്നാ അമ്മ പറഞ്ഞറിയോ, ഓ വീടെടുക്കുന്ന വരെയൊക്കെ അമ്മായി അമ്മനെ കൊണ്ട് വാരി കൊടുക്കാനൊക്കെ നിന്നു, വീടൊക്കെ കെടുത്ത് കഴിഞ്ഞാൽ അമ്മായി അമ്മേനെ അവൾക്ക് ആവശ്യമില്ല, മെരീന്റെ അമ്മേനെ അച്ഛനെ മാത്രം വീഡിയോയിൽ കാണുന്നുള്ളൂ, അമ്മേനെ കാണുന്നില്ല എന്നൊക്കെ. അങ്ങനെയാണോ അമ്മേ? എനിക്ക് തോന്നുന്നു മെരീന്റെ അമ്മേനെക്കാളും മെരീൻ അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത് പിന്നെ അമ്മേന്റെ അടുത്തായിരിക്കും അല്ലേ? ഈ ഒരു മോള് വന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷത്തിൽ എപ്പോഴും മനസ്സമാധാനം സന്തോഷമില്ലാണ്ട് കഴിയുന്നതാണ്. എന്റെ മോളെ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ വെളുത്ത് കൊടുത്ത് ആപ്പിൾ പോലെ നിൽക്കുന്നു. എനിക്ക് സങ്കടമില്ല, എന്റെ മോളെ എന്നെ അങ്ങനെ സ്നേഹിക്കുന്നു. സങ്കടമില്ലാതെ. അപ്പം ഇതിന്റെ ഈ ഒരു ഊഞ്ഞാലിന്റെ ഡീറ്റെയിൽ ഞാൻ സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്, വേറെ തെറ്റ് തന്നെയില്ല. അമ്മ സന്തോഷിച്ചിങ്ങനെ കണ്ണിലൊക്കെ വെള്ളം നിറയാണ്. അപ്പൊ ഇത് ഈ ഊഞ്ഞാല് എന്ന് പറയുന്നത് അദ്വി എന്ന് പറയുന്ന അവര് ചെയ്ത വർക്കാണ്. ഡിസൈൻ ചെയ്തത് കെൻസ് ആണെങ്കിലും ഈ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്ത് തന്നത് അദ്വിയാണ്. ഇത് മാത്രമല്ല ബാക്കിയും കുറെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി മാത്രമല്ല ഭയങ്കരമായ ഒരു ഫിനിഷിങ്, നമുക്കൊരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട്. അതെ, നല്ല. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചേ ഇല്ല. അദ്വി വന്ന് അവര് പറഞ്ഞു നമ്മളുടെ ഏറ്റവും വലിയൊരു സാധനം നമ്മൾ അദ്വിക്ക് കൊടുത്തത് ആക്ച്വലി നല്ലൊരു ഡിസിഷൻ ആയിരുന്നു തോന്നുന്നു. ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ സംശയിച്ചില്ല, ഞാൻ നമ്മളെ വേറെ ആർക്കും കൊടുക്കാന്ന് വെച്ചിട്ട് പിന്നെയാണ് മാറ്റിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. കുറെ അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം, ഇത് പറയുന്ന പോലെയൊക്കെ ചെയ്തേരോ നോക്കി. പക്ഷെ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ച്, അവർ കുറെ പ്രാവശ്യം റിവ്യൂസിന് വേണ്ടി എന്നെ വിളിച്ചു, സാർ എങ്ങനെയുണ്ട് തിരക്കാൻ അവരോട് പറയാൻ പറ്റിയില്ല. പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയണത്, ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണ് മേടിച്ചത്. പക്ഷെ പേയ്മെന്റ് കൊടുത്താലും ഞാൻ ഗൂസ് ബംപ് വരും, നമുക്ക് ഉള്ള കാര്യം നമ്മൾ പറയണ്ടേ. ഇത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രല്ല കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇതിൽ എവിടെയും ഒരു ക്വാളിറ്റി ഇഷ്യൂ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റൂല.
പറയാനും പറ്റൂല. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിന്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടാണ് ഇത് ആക്ച്വലി. ഇത് നമ്മളുടെ ഒരു മൊറോക്കൻ ടൈലൊക്കെ കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു ലാൻഡിംഗ്. ഇതാണ് മൊറോക്കൻ ടൈൽ. ആക്ച്വലി വീട് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് മൊറോക്കൻ ടൈലാണ്. ഇത് പിന്നെ ഇത് നമ്മള് വാങ്ങിച്ചു തരാം കേട്ടോ. അടുത്തത് നമ്മുടെ ഷോ കേസ് ആണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റിയില് കൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വർക്കും ചെയ്തിരിക്കുന്നത് നമ്മളുടെ അദ്വിയാണ്. നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് എനിക്ക് ആദ്യം പറയാനും ഇത് അദ്വിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള മരമാണ്. അതും ഇതിന്റെ ഒരു അട്രാക്ഷൻ ഒരു സ്റ്റാൻഡിലാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയാലും ഇതൊക്കെ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മളൊരു വടി വെച്ചിട്ടുണ്ട്. കാർണവർ വടി അമ്മക്ക് വാങ്ങിച്ചതാ വിരീനി? അത് അല്ല, ഇത് കാർണവർ വരും ഇവിടെ ഇങ്ങനെ. അതായത് ഞാനിപ്പം ഞാനും മിത്തോടും അടി കഴിയല്ലോ. അടി കഴിയുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഡാൻസ് കളിക്കാൻ ഈ റൂമിലേക്ക് പോകും. ആ റൂമിൽ പോകാൻ പറ്റില്ല, അത് അമ്മേന്റെ റൂമാണ്. എന്നാലും ഏതെങ്കിലും റൂമിൽ പോവല്ലോ. അപ്പൊ മിത്തോട്ടം വരും, ഇവ കുന്ത വടിയെല്ലാം എടുത്തിട്ട് ഞാനാ ശങ്കരൻ തമ്പി. അതെ, അതാണ് നമ്മളുടെ ഈ ഉന്തുവടിയുടെ ഉദ്ദേശം. കുറെ ആൾ ചോദിച്ചു ഇവിടെ വയസ്സായ ആളുണ്ടോ, ഇത് അച്ഛൻ്റെ ആണോ അമ്മമ്മേന്റെ ആണോ എന്നൊക്കെ ഇവിടെ വരുന്ന കുറച്ചാൾ ചോദിച്ചു. പക്ഷെ അല്ല, ഇത് നമ്മൾ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിട്ട് മേടിച്ചൊരു വടിയാണ്. അത് നമ്മളെ തിരുനെല്ലിന്ന്. ഇതൊക്കെ എത്രയോ കാലങ്ങളായി മേടിച്ചു വെച്ചു അല്ലെങ്കിൽ ഇത് നമ്മളുടെ ദശാവതാരം ശംഖാണ് കേട്ടോ. ഇത് നമ്മുടെ ഉണ്ണിയേട്ടന്റെ അടുത്ത് വാങ്ങിച്ചത്. ഉണ്ണിയേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുവാൾ സൺസ് എന്ന് വാങ്ങിച്ചാണ് കേട്ടോ, കണ്ണൂർ. ഇത് പൊതുവാളിൽ തന്നെ വാങ്ങിച്ചതാ, ബിനോയ് വാങ്ങിച്ചതാ. അല്ല, ഇത് അന്വേഷിച്ച് കൊണ്ടുവന്ന പയ്യന്നൂർ. ഓക്കെ 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 ഓക്കെ. പിന്നെ ഉള്ളത് നമ്മളുടെ അവാർഡ്സ് ആണ് കേട്ടോ. ഇത് ഫ്ലവേഴ്സിന്റെ അവാർഡാണ്, സി കേരളത്തിന്റെ അവാർഡ്, ഇത് ന്യൂസ് 18 കിട്ടിയ അവാർഡ്, ഇത് സോഷ്യൽ അതും ന്യൂസ് 24ന്റെ അവാർഡാണ്, ഇത് ഇന്റർവെലിന്റെ അവാർഡാണ്, ഇത് അമൃത ടിവിയുടെ അവാർഡാണ്, ആനി ചേച്ചിൻ്റെത്. പിന്നെ മോളില് വേറെ കുറെ എത്തുന്നില്ല. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഞാൻ ചെയ്തോട്ടെ. കുറെ കാലങ്ങളായി പർച്ചേസ് ചെയ്ത് ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി കൊതിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. എങ്ങനെയാണ് സൗണ്ട് വരുന്നത്? നല്ല ഒച്ചത്തിലാക്ക്, വരുന്നില്ല. ഓ മൈ ഗോഡ്, ഇതിന്റെ ഉദ്ദേശം. ഇന്ന് നമുക്ക് ആരോ കൊണ്ടുതന്നൊരു അൺനോൺ പേഴ്സൺ ഗേറ്റിൽ കൊണ്ടുതന്നിട്ട് പോയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് ആരാണത്? പേരുമില്ലല്ലേ. ഇത് ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു കപ്പ്, റൂഫിൽ എഴുതിയൊരു കപ്പ്. പിന്നെ ഈ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മളുടെ. അതായത് വേറൊരാള് അവരുടെ പേരില്ല, കൊണ്ടുവന്ന പേരുണ്ട്. ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉള്ളിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഇവിടെ നമ്മളുടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം, ഗസ്റ്റിന് യൂസ് ചെയ്യാനുള്ള ബാത്റൂം ഉണ്ട്, കോമൺ ടോയ്ലറ്റ്. ഓക്കെ, ഇനി അടുത്തത് മെരി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇതും, ഈ ഒരു ചെയറും ഈ ഒരു കൗണ്ടറും ചെയ്തതും അദ്വിയാണ്. നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ കണ്ടോ? അത്രക്ക് നൈസായിട്ടുള്ള ഫിനിഷിംഗ് ആണ് കേട്ടോ. ഡിസൈനൊക്കെ ചെയ്യുന്നത് നമ്മുടെ കെൻസാണ്. അത് രണ്ടും മാറിപ്പോരുത്. പറഞ്ഞ അതേ രീതിയിൽ ചെയ്തത് അദ്വിയാണ് കേട്ടോ. ബെസ്റ്റ് ക്വാളിറ്റി. ഇതിനൊന്നും ഒരു കുറ്റം പറയാനില്ല. ഇതിന്റെ ഫിനിഷിങ് നോക്ക്, ഇതിന്റെ ഒരു തിക്നെസ്, അതല്ല ഈ ചെറുതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതെ, ഇല്ല നമുക്ക് വേണമെന്നുണ്ട്. ഞാൻ ചീത്ത പറഞ്ഞിട്ട് പടപടയിലാക്കിയതല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണം നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു 8 സീറ്ററാണ് വരുന്നത്. ഇത് നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള നമ്മൾ പ്രൊമോഷൻ ചെയ്ത ഒരു ഷോറൂമിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. പ്രൊമോഷനല്ല, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. മുന്നേ അവർക്ക് വേണ്ടി നമ്മൾ പ്രൊമോഷൻ ചെയ്ത് അപ്പം തന്നെ കണ്ടുപിടിച്ചതാണ്. ഇതൊരു നമ്മുടെ ഹോം സോൾ തെയ്യമ്പാട്ടിൽ നിന്ന് വാങ്ങിച്ച ഡൈനിങ് ആണ്. ഇമ്പോർട്ടഡ് ആണ്, ചെയറും ടേബിളും ഇമ്പോർട്ടഡ് ആണ്. പിന്നെ മിരീഡ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ കളറാണ്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ. ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണല്ലോ ഇത്
ഓപ്പൺ കിച്ചൺ ആയിരിക്കണം, ഐലൻഡ് കിച്ചൺ ആയിരിക്കണം, അതായത് അപ്പുറം ഇപ്പുറമുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും, അങ്ങനെ വേണം. പിന്നെ വർക്ക് ഏരിയ വേണ്ട നമുക്ക്. കുറേ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് വർക്ക് ഏരിയ ഉണ്ടാവും, അപ്പൊ ആ വർക്ക് ഏരിയ തന്നെ കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും. കിച്ചൺ യൂസ്ലെസ് ആയിട്ടാണ് കിടക്കുന്ന ഒരു കാര്യം ഞാൻ ഒരുപാട് വീട്ടിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയ വേണ്ട, ഒരു കിച്ചൺ മതി. ആ കിച്ചണിൽ എല്ലാം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു കളർ തീം, ഒരു ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും പറഞ്ഞത് ഈ കളർ തീം ഒരു രക്ഷയില്ല, ഭയങ്കര രസമുണ്ടെന്ന്. ഇത് ബ്രിട്ടീഷ് ഗ്രീൻ ആണ് ഇത് പറയുന്നത്. നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നമ്മളുടെ ഹെൻസ് ബിൽഡേഴ്സ്. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് എല്ലാം നമ്മൾ വാങ്ങിച്ചത് നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. അവർ നമുക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേങ്കിൽ പ്രൊമോഷനൊന്നും തന്നില്ല. പിന്നെ ഇത് നമ്മൾ കണ്ണങ്കണ്ടിന്ന് വാങ്ങിച്ചതാണ്. ഹാഫ്ലേയുടെ ചിമ്മിനിയും അതിൻ്റെ സ്റ്റം എല്ലാം. പിന്നെ നമ്മൾ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഹാഫ്ലേ ആണ് വാങ്ങിച്ചത്. ഹാഫ്ലേ ഡിഷ് വാഷറും ഹാഫ്ലേ എല്ലാം ഹാഫ്ലേ ആണ്. ചിമ്മിനിയും പിന്നെ ഇതും ഇൻഡക്ഷനും ഹാഫ്ലേ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ. എല്ലാം ഡ്രോയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഇന്ന് പാചകമൊക്കെ കഴിഞ്ഞ് അറേഞ്ച് ചെയ്യണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇത് നമ്മുടെ നീത്തുവിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അല്ലേ മേരി? എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഇതും തെയ്യമ്പാട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. അവള് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റാണ്. നീത്തു താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം. ഇനി നെക്സ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം അല്ലേ മേരി? ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഞാനും മേരിയും. അയ്യോ, ഇവിടെ ഒരു സാധനമുണ്ട്. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതിനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇവിടെ എന്ത് പ്ലേസ് ചെയ്യുന്നത് ഫൈനലി പെട്ടെന്ന് നോക്കി നമുക്ക് 3 ഫ്രെയിം സെറ്റ് ചെയ്ത് നോക്കാം. അതിന്റെ ബിഹൈൻഡിൽ ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ പറയട്ടെ. അത് നീ കൊറേ സമയം നിൽക്കുന്നു കേട്ടോ. ഇത് നമ്മളുടെ ഫോട്ടോ നമ്മൾ കുറേ അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എന്റെ മെരീന്റെയും ആഴ്ന്നിറങ്ങിയ ഒരു ഫോട്ടോസാണ് ഇത്. നിങ്ങൾ ഇതിന്റെ ഒരു ഫീല് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഏതൊരു അച്ഛനും അമ്മയും അല്ലാത്ത ആളായാലും ഒരു ഹസ്ബൻഡ് വൈഫായാലും അവർക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം ദൈവം നൽകട്ടെ, നിറഞ്ഞു നൽകട്ടെ ഇങ്ങനെ ഒരു ഭാഗ്യം. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു അനുഗ്രഹങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞത്. ഇത് കണ്ടോ, മിരിന്റെ കയ്യിൽ മിലിയോൻ നിൽക്കുമ്പം മിലിയോന്റെ ആ ഒരു അത്രയും കുഞ്ഞു ആ ഒരു 15 ഡേയ്സിനുള്ളിൽ എടുത്ത ഫോട്ടോ കേട്ടോ. അവന്റെ ഒരു കംഫർട്ട് നോക്ക്, മിരിന്റെ ഒരു മാതൃത്വവും ദേവിയും അമ്മയും തമ്മിലൊരു കണക്ഷനൊക്കെ കാണിക്കുന്ന ഒരു ഫോട്ടോ ആണ്. എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്തത് ഹസ്ബൻഡും വൈഫും മക്കൾക്ക് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അവർ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആവുന്നതും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിലാണ്. അപ്പോൾ ആ ചെറിയൊരു 15 ഡേയ്സിനുള്ളിൽ അവൻ നമ്മുടെ രണ്ടാളോട് എന്തോ ഒരു പരിഭവം പറയുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ചറിങ് ആണ് കേട്ടോ. പിന്നെ എല്ലാവരും അമ്മേനെയാണ് എല്ലാ കാര്യത്തിലും അമ്മേനെയാണ് മക്കളുടെ എല്ലാമായി കാണുന്നത്. പക്ഷെ അച്ഛനും ഒരു വലിയ ഭാഗമാണ്. അപ്പം മിലിയോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കയ്യിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒറ്റ കയ്യിലായിരുന്നു അവനെ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അത് കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരെ കുട്ടീനെ എടുക്കാനാണ്. പക്ഷെ അവൻ ഏറ്റവും കംഫർട്ട് ആ കൈകളിൽ അങ്ങനെയായിരുന്നു. അവൻ ഉറങ്ങുന്ന കണ്ടാൽ തന്നെ അത്രയും റിലാക്സ് ആയി വായൊക്കെ തുറന്നിട്ട് അങ്ങനെയുള്ളൊരു കുറേ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ. ഇതൊരു ദിവസം നമ്മുടെ ആർക്കിടെക്ട് എവിടെ എന്ത് വെക്കുന്നൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ഒക്കെ ചെയ്തു. അവൻ വീട്ടിൽ വന്നപ്പോൾ മിരിയുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആയിരുന്നു. പെട്ടെന്ന് സ്ക്രീൻ ഓൺ ആയപ്പോൾ ഇതാണ് അവരുടെ സ്ക്രീനിൽ ഉണ്ടായിരുന്നത്. അപ്പം തന്നെ ആള് പറഞ്ഞു നമുക്കിത് ഡൈനിങ് ഏരിയയിൽ ഇംപ്ലിമെന്റ് ചെയ്താലോ. ഒന്നും നോക്കിയില്ല, ലെറ്റ്സ് ഡു ഇറ്റ് നോക്കാം. അങ്ങനെ ചെയ്താൽ കേട്ടോ. ഇത് നമ്മളുടെ ഒരു കോർട്ട്യാർഡാണ്. ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ നേരെ കോർട്ട്യാർഡിലേക്ക് പോകും. കോർട്ട്യാർഡിൽ നമ്മൾ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ വന്ന് കൈയൊക്കെ വാഷ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കോഫി ഒക്കെ കുടിക്കും. ഓക്കെ, ആര് വന്നിട്ടുണ്ട്? ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ ഓൺ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറയാം. ആക്ച്വലി ഇവിടെ 4 ബെഡ്റൂംസ് ഉണ്ട്. 4 സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആക്ച്വലി ക്ലാസിക് പ്രീമിയം ഒരു സ്റ്റൈലിലേക്കാണ്, ബ്രിട്ടീഷ് സ്റ്റൈൽ
സ്റ്റൈലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു കളർ തീം, ബീച്ച് കളർ തീമിലേക്ക്. പിന്നെ ഹെഡ് ബോർഡൊക്കെ കാണാൻ, ഇവിടുത്തെ ബോർഡൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ബോർഡിൽ കാവ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ ഡോറിന്റെ ഒരു പാറ്റേൺ കണ്ട് ഇങ്ങനെ കേർവ് ആയിട്ട് ഇവിടെ നോക്കിയാലും ആ ഒരു കേർവ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈല് കാണാൻ പറ്റും. ആ സെയിം സ്റ്റൈൽ ഇവിടെയൊക്കെ കൊടുക്കാൻ നമ്മളുടെ ബിൽഡേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കേർവ് ആണ്. പിന്നെ എന്താ ബെഡിന്റെ ഈ ഹെഡ് ബോർഡൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഇതൊക്കെ മെയിൻ കുറച്ച് പാടാണ്, ക്ലോത്ത് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയൊക്കെ ആവും. പിന്നെ നമ്മളുടെ ബേ വിൻഡോ, നമ്മൾ പറയില്ലേ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് കിട്ടിയെന്ന്. പണ്ട് മുതലേ ഒരു വീടിന്റെ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ഇനി എപ്പോഴെങ്കിലും വീട് എടുക്കുന്നുണ്ട് എനിക്ക് അവിടെ ഒരു ബേ വിൻഡോ വേണമെന്ന്. അങ്ങനെ ഞാൻ വീടെടുക്കുന്ന പ്ലാന് നമ്മൾ പറയാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ബേ വിൻഡോ വേണം എല്ലാ റൂമിലും. പക്ഷെ എല്ലാ റൂമിലും ആക്കിയിട്ടില്ല. നമ്മൾ ഇതും നേരെ മോളത്ത് അമ്മേന്റെയും പപ്പേന്റെയും റൂമിൽ അവിടെ ബേ വിൻഡോ ഇല്ല, അവിടെ ചെയേഴ്സ് ആണ്. ഊഞ്ഞാലല്ലേ ബേ വിൻഡോ ഇങ്ങനെ കൊടുത്തു. അല്ലെ നമുക്ക് ഇവിടെ ബുക്സ് റീഡ് ചെയ്യാം, നമ്മളെ പണി ചെയ്യാം. അവിടെ ഞാൻ പ്ലഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ബേ വിൻഡോ. പിന്നെ ഇത് നമ്മളുടെ ഒരു ഡ്രസ്സിങ് സ്പേസ് ആണ്. കംപ്ലീറ്റ് മിറർ ഒക്കെ കൊടുത്തിട്ട് ഇത്രയും വലിയ മിറർ എൻ്റെ വീട്ടിൽ അതായത് ആദ്യമായിട്ടാണ് ഫുള്ള് വ്യൂ കാണാൻ പറ്റുന്ന ഒരു വ്യൂ. പിന്നെ ഇത് നമ്മളുടെ വാർഡ്രോബ് ആണ്. അതും ഫുള്ള് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ ലൈറ്റ് ഒക്കെ കണ്ടു. കുറച്ച് മെസ്സിയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ കാണിച്ചു തരുന്നില്ല. പിന്നെ നമ്മളുടെ ബാത്റൂം നോക്കട്ടെ, ബാത്റൂം ഇങ്ങനെ നമ്മളെ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു DJ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം കുളിക്കുമ്പോ നല്ലോണം എന്റെ കൽവിൽ നീയാണ്. നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഹോട്ടലിലൊക്കെ പോയി കുളിക്കാൻ. കാരണം കുളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും റിലാക്സ് തോന്നുന്നത് തണുത്തോളം. അപ്പൊ ഇതിന്റെ അകത്ത് പല രീതിയിലുള്ള ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏരിയയും കൂടെയാണ്. അതുകൊണ്ട് ഞാൻ പാർട്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട്. കള്ളക്കറവടി നമ്മളെ ഉണ്ണിക്കണ്ണനാണ്. അപ്പം അവിടുന്ന് അടി അതെന്താ നീലയും പച്ചയിലായിട്ടൊന്നും വരാത്ത? അത് ഒന്നും കൂടി ഓൺ ഓഫ് ഇല്ല വിളിച്ച് പറയാം. അവിടെ പല ലൈറ്റും വരും. DJ എല്ലാം വെച്ചിട്ട് ഞാൻ മുക്കാബില പാടിയിട്ട് ഞാൻ കുറേ സമയം കുളിക്കും അതിൻ്റെ അന്ന്. അടുത്തത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോകളിൽ ഒന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, 3 പേരുടെയും ഫേസ് നല്ല സിമെട്രിക്കൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമായില്ല. ഇത് നമ്മുടെ ദീപു നെടുവാലൂർ എടുത്ത ഫോട്ടോ ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫാമിലി ഫോട്ടോ. പിന്നെ ഇത് മെലിയോ ജനിച്ചപ്പോൾ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു, എന്നാൽ പറമ്പിൽ ജനിച്ചപ്പോൾ അവൻ്റെ കൈയും കാലൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്ത കുഞ്ഞി കൈ കണ്ടോ, അത്രയും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ചെയ്താണ് കേട്ടോ മെലീന. നമ്മളെ വീട്ടിലൊരു കോഴി ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത റൂമിലേക്ക് പോകാം. അടുത്ത റൂമിൽ നമ്മൾ പോകുന്നത് നമ്മളുടെ പാരന്റ് റൂമാണ്. ആ റൂം ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടത് ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈലില്, അല്ല ബ്രിട്ടീഷ് മോഡേൺ സ്റ്റൈലാണ്. അവിടെ ഭയങ്കര അടി അച്ഛമ്മയും മോനും. അടുത്തത് നമ്മളുടെ ബ്രിട്ടീഷ്, ഇതൊരു ഇതാണ് കേട്ടോ. ഏത് ഇതൊരു ഇതാണ് വിക്ടോറിയ സ്റ്റൈൽ ബ്രിട്ടീഷ് കൊളോണിയൽ കൊളോണിയൽ വിക്ടോറിയ സ്റ്റൈല് ചെയ്ത പാറ്റേൺ ആണ് കേട്ടോ. ഇതിന്റെ കളർ പാറ്റേൺസ് നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ ലൈറ്റ്സ്, വിന്റേജ് ലൈറ്റ്സ്, പിന്നെ ഈ ഒരു ഏരിയാസ്, ഇതൊക്കെ കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്തതാണ്. ഈ ഒരു കളർ തീം. ഇതും ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇത് എന്റെ പപ്പക്കും അമ്മയ്ക്കും കിടക്കാനുള്ള റൂമാണ് കേട്ടോ, അവർക്ക് മാത്രമുള്ള ഒരു റൂം. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, മിറർ കാണിച്ച്. പിന്നെ ഇതും അറ്റാച്ച് ബാത്റൂമാണ്. ഇതിന്റെ കളർ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ സെറ്റിൽ ആയിട്ടുള്ള കളറാണ്. അതായത് പാരന്റ്സ് ബെഡ്റൂം കുറച്ച് കാം ആൻഡ് കൂൾ ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കളർ തീമാണ് നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം, SK സ്വിച്ച് ആണ് കേട്ടോ ഈ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് കാണിക്കടി. നമ്മളെ വീട്ടിലെല്ലാ സ്വിച്ചസും ഇതുപോലെയാണ്, SK സ്വിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. വിൻറ്റേജ് സ്റ്റൈലാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് എക്സ്പെൻസീവ് ആണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനുണ്ട്. ആ പണ്ടത്തെ ആ ഒരു വിൻറ്റേജ് സ്റ്റൈലാണ്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി എനിക്ക് വീട്ടിൽ കൂടലിൻ്റെ ആ ഒരു സമയത്ത് ഗിഫ്റ്റഡ് ആയിട്ട് ഒരാൾ കൊണ്ടു തന്നെയാണ്. ഓൾ ദി വേ ഫ്രം ഹൈദരാബാദ്.
ഫുള്ള് ക്രിസ്റ്റൽ, ഒരു പ്രീമിയം ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു ഫോട്ടോയിൽ കംപ്ലീറ്റ് ആ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് മുകളിലത്തെ റൂമിലേക്ക് പോകും. ഈ സ്റ്റെയർകേസിന്റെ ലാൻഡിംഗ് ഒക്കെ ഭയങ്കര നൈസ് ആയിട്ട് ചെയ്തതാണ്. ഇത് നമ്മളുടെ ലാൻഡ്, നമ്മള് ബാൽക്കണി. മിയ പുറത്തു പോവാ. ഇവിടെ നമ്മള് മിയാനെ നമ്മൾ ഇവിടെ ആക്കി. നമ്മുടെ നായ്ക്കുട്ടിയാണ് കേട്ടോ മിയ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മിയാനെ കൂട്ടിലൊന്നും ഇട്ടില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ കൂടെ ഇവിടെ കിടക്കുന്നത്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് മിയയും മിലിയും മരണ അടിയായിരിക്കും. അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ ബാർ കൗണ്ടർ. പൊന്നു പറഞ്ഞു കൊടുക്കുക എന്തെല്ലാം. ഇത് ബാർ കൗണ്ടർ ആണ്. ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നാണ് ചില്ല ഔട്ട് ചെയ്യാൻ. ഈ സ്റ്റൂളും ഇതും അദ്വി ചെയ്താണ്. അദ്വിന്റെ വർക്കും ചെയ്തിരിക്കുന്ന അദ്വിയാണ്. പിന്നെ ഇതാണ് ടർക്കിഷ് ലാമ്പ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ടർക്കിഷ് ലാമ്പ്. ഇത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചപ്പം പിന്നെയാണ് ഈ ബാർ കൗണ്ടറിൽ നമ്മൾ ലൈറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കി. ഇവിടെ തന്നെയാണ് പ്ലേസ് ആപ്റ്റ് ആയത്. അല്ലെ മിതി? അവരുടെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുക്കാം. എനിക്ക് പേര് മറന്നുപോയി. അവരുടെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. പക്ഷെ അവര് ഇന്ത്യയിൽ എല്ലായിടത്തും അവർ ഡെലിവറി ചെയ്യുന്നത്. അവര് ഇവിടെ നേരിട്ട് വന്നിട്ടാണ് നമുക്ക് ഇത് ഹാൻഡ് ഡെലിവറി തന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഷാൻഡിയർ, ഇത് നമ്മള് ഡൽഹിയിൽ നിന്ന് മോത്തിഫ് തന്നെ പോയി സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത്. ഒരു കളർഫുൾ റെയിൻ ഡ്രോപ്സ് പോലത്തെ ഒരു വലിയ ഷാൻഡിയർ ആണ് കേട്ടോ. ഇതിന്റെ സൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇറ്റ്സ് വെരി ബിഗ്, ഹ്യൂജ് ആയിട്ടുള്ളത്. പിന്നെ മെരീന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 7 ഹോഴ്സ് കാണാമെന്നുള്ളത്. ആ വോളിൽ നിങ്ങൾക്ക് 7 ഹോഴ്സ് കാണാം. 7 ഹോഴ്സ് എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ പുറത്തുനിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോലെ വെക്കണം. ഈസ്റ്റിൽ വെക്കും. നോർത്ത് ഈസ്റ്റ് ആണ് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ ഇതിപ്പം നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു ഇതിലേക്കാണ് വെച്ചിരിക്കുന്നത്. പപ്പ പോൾച്ചേരും. പിന്നെ അടുത്ത് നമ്മൾ വേറൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇത് മെരീന്റെ പാരന്റ്സ് ബെഡ്റൂമാണ് കേട്ടോ. ഇതിനും വളരെയധികം പ്രത്യേകത. ഇതൊരു മുഗൾ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് മൈ മോം ആൻഡ് ഡാഡ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമ്പം കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ യൂസ് ചെയ്ത ബെഡ് റെസ്റ്റോലെക്സിന്റെ ആണ്. എല്ലാ റൂമിലും 4 റൂമിലും നമ്മൾ യൂസ് ചെയ്തത് റെസ്റ്റോലെക്സിന്റെ ബെഡാണ്. നല്ല കംഫർട്ടബിൾ അല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. നമുക്ക് ഇത് നമ്മൾ ചുരുട്ടിയിട്ടൊന്നല്ല കൊണ്ടുവരുന്നത്, ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതാണ്. പിന്നെ ഇതും അദ്വി ചെയ്ത ഊഞ്ഞാലാണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു ഡിസൈൻ ഒക്കെ ഭയങ്കര രസമാണ്. നമ്മളുടെ ഈ ഒരു റൂമിന്റെ കളർ തീമിന് ആപ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗ്രീൻ സാധനം ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ഡിസൈൻ ഒക്കെ മുഗൾ ഡിസൈൻ ആണ് വരുന്നത്. ഇതിന്റെ ബാത്റൂമും അതേപോലെ ഭയങ്കര അതെ മുഗൾ ഡിസൈൻ ആണ്. ആ ഒരു മിററും പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ആർച്ചും പിന്നെ ഹെഡ് ബോർഡിന്റെ ആർച്ചൊക്കെ ആ ഒരു സ്റ്റൈലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗസ്റ്റ് റൂമായിട്ട് നമ്മൾ ഉപയോഗിക്കും. മെരീന അമ്മയച്ചി ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കും. ഇതൊക്കെ ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ഒരു ബാത്റൂം കളർ കോഡാണ് ഇവിടെ കൊടുത്തത്. ആൾക്കാർക്കൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആകാമെന്ന് നമ്മുടെ മൈൻഡ് ഒന്നും അങ്ങനെ ചോക്ലേറ്റ് കവർ എടുത്ത് അങ്ങനെ അതും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് 3ാമത്തെ ബെഡ്റൂം. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് എന്റെ ഫേവറേറ്റ് ബെഡ്റൂം. ലൈറ്റ് ഇട്ടോളൂ. ഇതൊരു 1/2 മണിക്കൂർ ഉണ്ടാവും കേട്ടോ ഈ വ്ളോഗ്. നമ്മൾ പഴയ വീട്ടില് നമ്മള് മാസ്റ്റർ ബെഡ്റൂമിൽ യൂസ് ചെയ്തിരുന്ന കട്ടിലാണ്. ഈ ഒരു കട്ടിൽ നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മള് ക്ലോസ് ടു അവർ ഹാർട്ട് അല്ലേ മിത്തേട്ടാ? കാരണം നമ്മൾ യൂസ് ചെയ്ത പലതും പിന്നെ അതാ ഭയങ്കര അറ്റാച്ച് ആയിട്ട് വരും നമ്മളെ വീഡിയോ നിങ്ങൾ ഈ കട്ടിൽ കണ്ടിട്ടുണ്ടാവും. പെന്നായാലും നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെന്ന് നമുക്ക് കളയാനൊന്നും തോന്നില്ല. അപ്പൊ ഈ ഒരു കട്ടിൽ ഇവിടെ പ്ലേസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മള് പ്ലേസ് ചെയ്തതാണ് ഈ ഒരു കട്ടില്. ഇത് ഫുൾ ട്രഡീഷണൽ കേരള ട്രഡീഷണൽ റൂമാണ് കേട്ടോ. ഈ സാധനം ഞാൻ താഴെ കണ്ടത് അന്ന് മില്ലിയ ഊരിയിട്ടുണ്ട്. ഇത് കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്ത റൂമാണ് കേട്ടോ. വാർഡ്രോബ് ഒക്കെ കണ്ടു. ഇത് വലിയ വാർഡ്രോബാണ്. നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സൈസിൽ വരുന്നതാണ്.
ക്യാച്ചർ കണ്ടോ? ഇത് നമ്മള് ബാലിയിൽ പോയപ്പോ അവിടുന്ന് പർച്ചേസ് ചെയ്ത ഒരു ഡ്രീം ക്യാച്ചർ ആണ്. വലിയൊരു ഡ്രീം ക്യാച്ചർ. ഇവിടുത്തെ ബാത്റൂം ഞാൻ കാണിച്ചുതരാം. എല്ലാ ബാത്റൂമും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ ഡിഫറെന്റ് ആയിട്ടാണ് എല്ലാം ചെയ്തത്. ഇവിടെ ആക്ച്വലി ഈ ഒരു ഗ്രീൻ അപ്പുറത്ത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഗ്രീൻ അവിടെ കൊടുത്താൽ മതി. അവിടെ ഗ്രീൻ കളർ അല്ലേ? അതെല്ലാം കോൺട്രാസ്റ്റ് ആവാൻ വേണ്ടിട്ട്, എല്ലാവരും ബ്രേക്ക് ത്രൂ വേണ്ടിട്ടാണ്. എനിക്ക് മനസ്സിലാവാത്ത പെയിന്റിങ്. തകർന്നു പോയത് ഇതിന്റെ ഒരു പ്രൈസിംഗ് കേട്ടിട്ടാണ്. 10,000 റുപ്യ സഫയാണ് ഇത് എനിക്ക് മേടിച്ചു കൊടുത്തത്. നമ്മളുടെ അത് തിരിച്ചു കൊടുത്തേക്കൊക്കെ. വേണ്ട, ഇത് ഞാൻ ചെയ്തതാണ്. സഫ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന്. ഇത് ശരിക്കും ചെറിയ സ്വർണം വരുമോന്നൊക്കെ. ഇത് ഈ ആള് വന്ന് എല്ലാരും ചോദിച്ചു അതെന്താ അവിടെ അല്ല, ഇവിടെ പെയിന്റ് അടിക്കുന്ന ആള് വന്നിട്ട് വെറുതെ ഇങ്ങനെ അടിച്ചിട്ട് പോയതാണെന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. 10,000 രൂപയുടെ ഫ്രെയിം ആയത്. എനിക്കത് എന്തിനാണ് 10,000? പണ്ടൊരു സിനിമയുണ്ട് മുകേഷ്, ബ്ലൈൻഡ് പെയിന്റിങ്സ്. എന്താ മുകേഷിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് മുദ്ര, കൈ മുദ്ര എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം. കുഴപ്പമില്ല, പോട്ടെ. ഇനി നമ്മളുടെ സ്റ്റുഡിയോ റൂം. എല്ലാ യൂട്യൂബേഴ്സിന്റെ വീട്ടിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോ, സ്ക്രിപ്റ്റിംഗ് റൂം ഒക്കെ. നമ്മളും ചെയ്തു അതേപോലെ. പക്ഷെ നമ്മൾ ആരുടെയും റെഫറൻസ് നോക്കിയില്ല. നമ്മൾ ഇവരോട് പറയുക ചെയ്തത് നമുക്ക് ഇങ്ങനെ ഒരു റൂം വേണം. അപ്പം അവർ ചെയ്തെന്ന സാധനം നിങ്ങൾ കാണുക ഗൈസ്. ലൈറ്റ് ഇടട്ടെ ആദ്യം. ദിസ് ഈസ് സംതിങ് റിയലി ഡിഫറെൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ റൂം. നമ്മുടെ ഈ 5 ഷാൻലിയേഴ്സും ഡൽഹിയിൽ നിന്നാണ് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷാൻലിയർ ആണ് ഫസ്റ്റ് നമ്മൾ ഹാങ് ചെയ്തത്. ഡൽഹിയിൽ ആൾക്കാർ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. കാരണം ലാസ്റ്റ് മൊമെന്റിൽ ഫുള്ള് വർക്കേഴ്സ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷാൻലിയർ ഫസ്റ്റ് അവര് തൂക്കിയിട്ട് പോയി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു AC ഫിറ്റ് ചെയ്യാൻ വന്നു. അവരിത് പൊട്ടിച്ചുകൊണ്ട് പോയി. AC നന്നാക്കാൻ വന്ന ആളെടുത്ത് അബദ്ധത്തിൽ പൊട്ടിയതാണ്. പക്ഷെ നമുക്കൊരു വിഷമം തോന്നി. പക്ഷെ അവരും പറയാൻ പറ്റില്ല. ഡൽഹിന്ന് പർച്ചേസ് ചെയ്ത് അതായിരുന്നു സങ്കടം. ഡൽഹിയിൽ നിന്നുള്ള തന്നെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നത്. കാരണം ആ ഷാൻഡിയേഴ്സ് ഒക്കെ അവർക്ക് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് പൊട്ടിയപ്പോ ഭയങ്കര സങ്കടം. ഈ ബൾബ് ഡൽഹിയിൽ തന്നെ ഒരു വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പൊട്ടിയിട്ടാ വന്നത്, രണ്ടെണ്ണം പൊട്ടിയിട്ടാ വന്നത്. പിന്നെ ഇതാ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഇട്ട് നമ്മുടെ ഗോൾഡൻ ബട്ടൺ, സിൽവർ ബട്ടൺ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഒരു റൂം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇതൊക്കെ കമന്റ്സ് കൂടെ അറിയിക്കണം. പിന്നെ ഈ കാണുന്ന സോഫ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഡ്വിയാണ്. ഈ ഒരു ടേബിൾ ഉണ്ടോ, ഇതൊക്കെ ഭയങ്കര രസമല്ലേ. കാരണം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അഡ്വി തന്നെയാണ് കേട്ടോ. ഈ ഡിസൈന് മോത്തീഫാണ് ചെയ്തത്. ഇത് അവർ വരച്ചു കൊടുത്ത ഡിസൈന്, കളർ പാറ്റേൺ, ഫാബ്രിക് ഒക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് അഡ്വി ഫർണിച്ചേഴ്സ് ആണ്. കാരണം ഇവരുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്ക്. ഇനി കട്ടൻ ചായ വിത്ത് മീത്ത് മെരി അങ്ങനെ എന്തെങ്കിലും തുടങ്ങും നമ്മൾ. ഉടനടി നമ്മൾ തുടങ്ങും നമ്മളുടെ ഒരു പോഡ്കാസ്റ്റ്. ഇനി അടുത്ത് നമ്മുടെ ഏറ്റവും വലിയ വൈറലായിക്കൊണ്ടിരുന്ന ഏറ്റവും വൈറലായൊരു കാര്യമായിരുന്നു നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. ഇതിലൂടെ കുഞ്ഞു കുപ്പായ ഇട്ടിട്ട് ആരും വരരുത്. പിന്നെ കുഞ്ഞു കുപ്പായം സാരി ഇട്ടിട്ട് വരരുത്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ഞാൻ ചട്ടി ഇടാറുണ്ട് എന്ന്. അവരൊക്കെ കണ്ടും അറിഞ്ഞും കൊണ്ടൊക്കെ വന്നിട്ട് ഇതിൽ കൂടെ നടക്കുക. ബിക്കോസ് ഇത് താഴ്ന്നു നോക്കിയാൽ മുകളിലെല്ലാം കാണും, നിങ്ങളുടേതും എല്ലാം കാണും. അപ്പം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആൾക്കാർ നമുക്ക് എല്ലാ ദിവസവും പറഞ്ഞു തരാൻ പറ്റില്ല. താഴെ ആളുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചിട്ട് നടക്കുക. അല്ലേ കുഞ്ഞാ ചുച്ചാ? ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ എന്നാ ചെയ്യണ്ടേ? മില്ലോ ചട്ടി ഇട്ടിട്ട് നടക്കണം കേട്ടാ. ഈ ഒരു ഷാൻഡിലിയറും നമ്മൾ ഡൽഹിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതൊക്കെ കൻസ് ഡയറക്റ്റ് ഡൽഹിയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത കുറേ കാര്യങ്ങളാണ്. ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി ഒന്ന് തുറക്കുക മതി. ആ ബാൽക്കണി ഇപ്പം ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂസ് ഒന്ന് കാണിക്കാം. ബാൽക്കണി തുറക്കുന്നത് വരെ നല്ല ലെങ്ത് ആയിട്ടുണ്ട് നമ്മളുടെ വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ബാൽക്കണി. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ഇതില്ലേ നമ്മുടെ നല്ല ഭംഗിയാണ് കേട്ടോ. വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പം ഇതാ അവിടെ ആ റോഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് കാണാം, വളഞ്ഞ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ മുറ്റം.
നൈസായിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഇന്നലെ കുറച്ചും കൂടി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എടുത്തിരുന്നെങ്കിൽ. ആരോ പറഞ്ഞു കാണാൻ രസമില്ലാന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാണ്ടായിപ്പോയത്. പക്ഷെ എനിക്ക് ഇത് തോന്നി ഇതാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കെൻസ് ബിൽഡേഴ്സിൻ്റെ ബോർഡൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ഏകദേശം നമ്മുടെ ഹോം ടൂർ ഒരു കാര്യം കാണിച്ചില്ല മിരി, അത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതാഞ്ഞു പിടിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊക്കെ താഴെ ആരാ ചോക്ലേറ്റ് കവർ ഇട്ടത്? എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പല ആൾക്കാരുടെയും ടേസ്റ്റ് പല വിധത്തിലായിരിക്കും. എല്ലാവരുടെയും ടേസ്റ്റ് ഒന്നാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിന്റെ ഒരു 10 മടങ്ങ് കൂടുതലാണ് നമ്മളുടെ ഈ വീട് ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നതും ബിൽഡ് ചെയ്തിരിക്കുന്നതും. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് അധികം വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ വീട്ടിലൊക്കെയാണ് അത് ചെയ്യാറ്. അപ്പൊ നമ്മളിപ്പോ കുഞ്ഞു കുഞ്ഞു ആൾക്കാർക്കും ഇങ്ങനെ കുഞ്ഞു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മുടെ പല വീഡിയോസിലും കാണും, നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. വലിപ്പം കൂടുതൽ, നീളുന്നത്, നിലത്തൂട്ട അടിച്ചു വരുന്ന പോലത്തെ ഡ്രസ്സാണ് നമ്മളെല്ലാവരും എല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടാറില്ല. അപ്പൊ നമ്മളുടെ കുറച്ച് നല്ല നല്ല സാധനങ്ങളും അക്സസറീസും ഡ്രസ്സും ഒക്കെ വെക്കാനുള്ള ഒരു റൂം അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഗ്ലാസും എല്ലാം ടെക്നിക്കൽ. നമ്മളുടെ വിവേക് വീണ തന്ന കൃഷ്ണനാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വാച്ച്, ഗോഗിൾസ്, ജ്വല്ലറീസ് അതൊക്കെ വെക്കാൻ പറ്റും. പിന്നെ വലിയ വലിയ ബ്ലേസേഴ്സ് ഒക്കെ. ഇത് നമ്മളുടെ ഗോൾഡൻ കപ്പ് അലൂറന്റെ ആണ് കൊടുക്കണം. ഇതാ നമ്മളുടെ സാധനങ്ങളൊക്കെ വലിയ വലിയ ഇതിൻ്റെ ആക്കിയിട്ടുള്ളത് താഴത്ത് ഇങ്ങനെ വലിച്ച് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിട്ട് തിരിച്ചിട്ടാണ് വെക്കാം. തിരിച്ചവിടെ കൊണ്ടുവെക്കാം. അതാണ് അതിന്റെ ഒരു മെക്കാനിസം. അങ്ങനെ എല്ലാ റൂമിലും എല്ലാ വാർഡ്രോബും അങ്ങനെ ആ ഒരു രീതിയിലാണ്. നമുക്ക് ഇങ്ങനെ തിരിക്കാം, തിരിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. ഇതെല്ലാം നല്ല 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 ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന് പറയാ, റാക്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഡ്രയേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനും ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നാൽ അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആണിത്. അപ്പം ഇത്രയാണ് ഗായ്സ് നമ്മുടെ ഹോം ടൂർ. എല്ലാവരുടെയും കോൺടാക്ട്സും എല്ലാവരുടെ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ എന്തായാലും കൊടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പല ആൾക്കാരും പല കമൻസും ഇടുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, വീട്ടിൽ വെറുതെ ഇരുന്ന് സ്വല പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രീം മാത്രം ഉണ്ടായാൽ പോരാ, ആ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീഡിയോ മാത്രം ഇട്ടിട്ടൊന്നും നമുക്ക് അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല. നമ്മൾ പല വർക്കും ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ. മെരി എഞ്ചിനീയർ ആണ് ഞാൻ. ഡെവലപ്മെന്റ് ആ ഒരു പൈസക്ക് വെച്ചിട്ടാണ് നമ്മൾ ലാൻഡ് മേടിക്കുന്നത് അല്ലേ മിത്തേട്ടാ? ലാൻഡ് മേടിച്ച് കഴിഞ്ഞ് നമുക്ക് വീട് വെക്കാൻ നമ്മളൊരു പൈസ ഉണ്ടായിട്ടില്ല ആക്ച്വലി. പിന്നെ ഡെഫിനറ്റ്ലി പാഞ്ചാലി വസ്ത്രം നമ്മുടെ ഓൺ ബിസിനസ് ആണ്, സാരി ബിസിനസ്. അതും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മളെ HDFC ബാങ്ക് ദൈവത്തിന്റെ ഒക്കെ അനുഗ്രഹമുണ്ട്. അതൊക്കെ കൂടിയിട്ടാണ് ഈ കാണുന്ന ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആരുടെയെങ്കിലും ഒരു അച്ചീവ്മെന്റ് കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരിക്കലും അവർ നശിച്ചു പോട്ടെ, ഈ ഹാപ്പിനെസ്സിന് കുറച്ച് കാലം വരെ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയാതിരിക്കുക. ഇതിൻ്റെ ഒക്കെ പിറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഒരു മിനിറ്റ് നമുക്ക് സ്ട്രെസ് ഉണ്ട്. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അങ്ങനെ ഭയങ്കര നിങ്ങൾ കാണുന്ന ലക്ഷങ്ങളും കോടികളൊന്നും നേടാനൊന്നും പറ്റൂല. നമുക്ക് പറ്റിയിട്ടില്ല. ആൾക്കാരൊക്കെ പറയുന്നു. പിന്നെ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രീമിയം ആയിട്ട് നമ്മൾ ബ്രാൻഡഡ് ആഡ്സ് ഒക്കെ ചെയ്യണം. അറിയാത്തൊക്കെ വേണ്ടി ഞാൻ പറയുന്നത് നമ്മുടെ ബ്രാൻഡിന്റെ പ്രൊമോഷൻ അല്ല, നമ്മൾ യൂട്യൂബിൽ വീഡിയോയും കൺസിസ്റ്റന്റ് ആയി ഇടണം. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അത് അതിനൊരു ഡെഡിക്കേഷൻ വേണം. മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് വലിയ വലിയ ബ്രാൻഡ്സ് നമുക്ക് വരുള്ളൂ. നമുക്ക് ബ്രാൻഡിന് വേണ്ടി വർക്ക്. പക്ഷെ ആ ബ്രാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ഭയങ്കര ഓരോ ജോലിക്കും അതിന്റേതായ സ്ട്രെസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തില്ല. ആക്ച്വലി വലിയൊരു പ്രൊഫഷനാണ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അറിയാത്ത പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇതിലുണ്ട്. കുഞ്ഞു വളർന്ന മക്കളൊക്കെ പഠിപ്പ് കഴിഞ്ഞാൽ അവരൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇതിൽ നല്ലൊരു ഭാവിയും കൂടി ഉള്ളതാണ്. ഇതൊരു ജസ്റ്റ് ഒരു ടൈം പാസ് വീഡിയോ മേക്കിംഗ് അല്ല. ഇതിൽ നമുക്ക് ക്വാളിറ്റിയായി ചെയ്താൽ ഞങ്ങൾക്ക് പലവിധം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടും. നിങ്ങൾ കാണുന്ന ഓരോ മിനിറ്റുള്ള വീഡിയോ ചില ബ്രാൻഡിൻ്റെ ആഡ്സ് ഒക്കെ നമ്മൾ ഷോറൂമിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ചെയ്യുമ്പോഴും ഏകദേശം 8-9 മണിക്കൂറൊക്കെ ഒരു ദിവസം മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യുന്നത്. അങ്ങനെ പലതും ഉണ്ട്. പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും നമുക്ക് എന്നും വേണം. ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്ലെസ്സിങ്സ് തരുന്നു.
വി ആർ സോ ഹാപ്പി. നമ്മൾ ഹൗസ് വാമിങ്ങിന് പോലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ് എന്നും മുന്നോട്ടുള്ള ലൈഫിൽ നമുക്ക് വേണം. നമ്മളും അതേപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നതായിരിക്കും. എന്താ എനിക്ക് കൂടുതൽ പറയാം, നമ്മൾ വളരെ ഹാപ്പിയാണ്. ഈ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്ത് തീരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസ് ഇടുന്നത്. ചില ആൾക്കാർ പല കമന്റും പറയുന്നത് ജാട, അഹങ്കാരം, അത് ഇത്. നമ്മളൊക്കെ മനുഷ്യന്മാർ. അങ്ങനെ പറയുന്ന ആൾക്കാരില്ല ഇപ്പം, കുറെ ആണല്ലോ. ഇന്ന് ഞാൻ എന്തോ കണ്ടിരുന്നു, പൊങ്ങച്ചൻ പറയുന്നില്ല. പൊങ്ങച്ചല്ല, നമ്മുടെ കമന്റ്സ് എടുത്ത് വായിച്ചു നോക്കൂ. ആൾക്കാർ ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പം അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ. ചോദിച്ചാലും കുഴപ്പം, പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. അപ്പം എനി വിച്ച് വേ താങ്ക് യു സോ മച്ച്. നമ്മുടെ വീട്ടിൻ്റെ പേര് റൂഹ് എന്നാണ്. അപ്പം കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.